എൻ്റെ മറ്റൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ ദിസ് ടൈം നമ്മൾ മസ്കറ്റാണ് പോണേ. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ബോർഡിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും വിശക്കുണ്ടായിരുന്നു, അത് കാരണം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയിൽ ചിലരൊക്കെ മയങ്ങിപ്പോയി. അപ്പോഴത്തേക്കും നമുക്ക് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനുള്ള ടൈമേ. അപ്പോൾ അതിൻ്റെ ഓട്ടമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ എല്ലാവരും അവരുടെ പെട്ടിയും സാധനങ്ങളായിട്ട് ഇതാ ഫ്ലൈറ്റിൽ കയറി ആൻഡ് ഓഫ് വി ഗോ. ഫ്ലൈറ്റിൽ നിന്ന് എനിക്കൊരു സാൻഡ്വിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, എനിക്കെന്താ ഇഷ്ടമായില്ല കേട്ടോ അത്. ഓക്കെ, അങ്ങനെ നമ്മൾ ലേറ്റായിട്ട് മസ്കറ്റിലെത്തി. അപ്പോൾ നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇവർ നമുക്ക് വയറ് നിറച്ച് ഫുഡ് മേടിച്ചു തന്നു ആൻഡ് ഇറ്റ് വാസ് ഡാം ഗുഡ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലോട്ട് പോയി. റൂം അടിപൊളി റൂമാട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതേ ഇവിടെ കിച്ചുണ്ട്, അനുചേട്ടനുണ്ട്, അടിപൊളി റൂമാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ ഒരു റൂം എടുക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നോക്കണ കാര്യമാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് ക്ലീൻ ആണെങ്കിൽ ഞാൻ ഹാപ്പി, ഞാൻ മാത്രമല്ല എല്ലാവരും ഹാപ്പി. അങ്ങനെ നമ്മൾ ഫ്രഷപ്പായി കിടന്നുറങ്ങി ആൻഡ് നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇതാട്ടോ നമ്മുടെ മോർണിംഗ് വ്യൂ. അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. അപ്പോൾ ഇതാണ് മസ്കറ്റ്. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ വയറ് നിറച്ച് കഴിച്ച് നമ്മളൊന്ന് ചുമ്മാ പുറത്തിറങ്ങിയതാണ്. പുറത്താണെങ്കിൽ ഗംഭീര ചൂട്. അങ്ങനെ തന്നെ റൂമിലോട്ട് പോയി. അപ്പോൾ റൂമിലെത്തിയപ്പോഴാണ് അടുത്ത വിളി, നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാം. അപ്പോൾ നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ പോയി. അപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാട്ടോ പോണേ. റെസ്റ്റോറൻറ്റിൻ്റെ പേര് അനന്തപുരി. അപ്പോൾ അവിടെ പോയപ്പോൾ ശരിക്കും നമ്മൾ നാട്ടിലൊരു റെസ്റ്റോറൻറ്റിൽ കയറില്ലേ, അതേ വൈബ് കണ്ടാ, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതേ ആംബിയൻസ്, അതേ വൈബ്. ഓക്കെ, നമ്മളെല്ലാവരും എന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞാനൊരു മട്ടൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത്. അവരെല്ലാവരും ഊണ് ഓർഡർ ചെയ്തു. എനിക്കെന്താ ഊണിനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല, എന്നാലും എനിക്കന്ന് ഊണ് കഴിക്കാൻ തോന്നില്ല. പക്ഷേ ഇതാണ് അവിടുത്തെ മെയിൻ ഐറ്റം. ഇതിൻ്റെ പേരാണ് തേങ്ങ മാങ്ങ സർബത്ത്. ഇതൊരു തിക്ക് ഡ്രിങ്കാണ്, പക്ഷേ ദ ടേസ്റ്റ് വാസ് സോ ഗുഡ്. ഇനി നിങ്ങൾ ആരെങ്കിലും മസ്കറ്റ് വരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ട്രൈ ഐറ്റമാണ് തേങ്ങ മാങ്ങ സർബത്ത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങായി. ഇതാട്ടോ നമ്മുടെ ഹോട്ടൽ, അൽ ഫലാജ് ഹോട്ടൽ. നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്തത്. അടിപൊളി ഹോട്ടൽ, ഗംഭീര ഹോട്ടലാണ്. നമ്മൾ ചുമ്മാ ഒന്ന് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ എനിക്ക് അവിടുത്തെ കേക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി. അങ്ങനെ നമ്മൾ കേക്ക് ട്രൈ ചെയ്തു. എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ, ഒരു ഫ്ലേവർ ഇല്ലാത്ത പോലെ. പക്ഷെ നമ്മൾ അവിടുന്ന് ഒരു കോഫിയൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മൾ നേരെ പരിപാടി സ്ഥലത്തിലോട്ട് പോയി. ഓക്കെ, ബട്ട് സാഡ്ലി നമുക്ക് പരിപാടിയുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് ടു ഇന്ത്യ പോവാണ്. അപ്പോൾ ഇത് പോകുന്ന സീൻസാണ്. എല്ലാവരുടെ അടുത്തും ബായൊക്കെ പറഞ്ഞ് നമ്മൾ എയർപോർട്ടിലോട്ട് പോവാം. എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഇവർ മെക്ഡൊണാൾഡ്സ് മേടിച്ചു തന്നു. അത് ഞാൻ മറക്കില്ല. ഐസ്ക്രീമും പെപ്സിയൊക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം. അങ്ങനെ ഹിയർ വി ഗോ ബാക്ക് ടു ഇന്ത്യ. Here comes to an end. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.